ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് പല പല കാരണങ്ങളുണ്ടാവും. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് ഒരു 100 കൂട്ടം കാരണങ്ങളുള്ളത് ഈ വ്യായാമം ചെയ്യാൻ മാത്രമാണ്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ചെറിയൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ എനിക്ക് കുറച്ച് വെയിറ്റ് ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റും. ലാറ്റ് പുൾ ഡൗൺ ഒക്കെ പോലുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റും. അത് കണക്കെ നമ്മുടെ ട്രൈസെപ്സിനൊക്കെ വേണ്ടിയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നോ നിർബന്ധമൊന്നുമില്ല. ഇത് കണക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് 100 കൂട്ടം കാരണങ്ങളാണ് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചില ആൾക്കാർ വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു മുഖ്യമായിട്ടുള്ള കാരണം കാലാവസ്ഥയാണ്. ഓക്കെ, ഇപ്പം നല്ല ചൂട് സമയമാണ്. അപ്പം ഈ ഒരു സമയത്ത് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ പറയും, അയ്യോ ഇപ്പം ഭയങ്കര ചൂടല്ലേ, ഈ ചൂട് സമയത്ത് എങ്ങനെയാണ് വ്യായാമം ചെയ്യുന്നത്, ചെയ്ത് കഴിഞ്ഞാൽ വിയർത്ത് പോകില്ലേ, ഇത് കഴിയട്ടെ, ഈ ചൂട് കഴിയട്ടെ, തണുപ്പ് വരട്ടെ എന്ന് പറയും. അപ്പം അടുത്തായിട്ട് തണുപ്പ് വരും, മഴ സമയം വരും, മഞ്ഞ് സമയം വരും. അപ്പോൾ കാരണം പിന്നെയും മാറ്റും. അന്നേരം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയത്തൊക്കെ മൂടിപ്പോതച്ച് കിടന്ന് ഉറങ്ങുന്ന സമയമല്ലേ, എങ്ങനെയാണ് വ്യായാമം ചെയ്യുന്നത്, തണുപ്പ് സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണത്, പാടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എക്സ്ക്യൂസ് കൊണ്ടുവരും. ചില ആൾക്കാരുടെ ഒരു പറച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ചെയ്യാം, മറ്റന്നാ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവര് നാളെയും ചെയ്യില്ല, മറ്റന്നാളും ചെയ്യില്ല. ഓക്കെ, അങ്ങനെ പല പല കാരണങ്ങളാണ്. ചിലവർക്ക് കല്യാണം, ചിലവർ പറയും വീടിന്റെ പാല് കാച്ച് കഴിയട്ടെ, ചിലവർ പറയും അവിടുത്തെ അടിയന്തരം കഴിയട്ടെ. അങ്ങനെ 100 കൂട്ടം എക്സ്ക്യൂസസുകൾ പറഞ്ഞാണ് ഈ വ്യായാമത്തെ പലരും ചെയ്യാതിരിക്കുന്നത്. നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള വ്യായാമത്തെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ കണക്കുള്ള 100 എക്സ്ക്യൂസസുകൾ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സ്ക്യൂസസ് പറച്ചിൽ ഒഴിവാക്കുക. വ്യായാമം ചെയ്യാൻ നാളെ എന്ന് പറയാതിരിക്കുക. ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തൊട്ടെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് വ്യായാമം ചെയ്യുന്നതെന്ന്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനും അങ്ങനെയുള്ള പല പല കാര്യങ്ങളെ നമുക്ക് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാത്തിനും നമുക്ക് വ്യായാമം വേണം. അപ്പം ഈ വ്യായാമം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ നാളെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇന്ന് എന്ന് പറഞ്ഞു തുടങ്ങുക. ഓക്കെ, നാളെ തൊട്ട് നിങ്ങൾ വ്യായാമം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന വർക്കൗട്ട് ഷൂസ് എടുത്ത് വെക്കുക, നിങ്ങളുടെ ഡ്രസ്സുകൾ എടുത്ത് വെക്കുക, വർക്കൗട്ട് ഡ്രസ്സുകൾ എടുത്ത് വെക്കുക. നിങ്ങൾ ഇന്ന് രാത്രിയിലെ മനസ്സിനെ പാകപ്പെടുത്തുക. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ അതിനെ പാകപ്പെടുത്തിയെടുക്കുക, മനസ്സിനെ ആ രീതിയിലോട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം വ്യായാമം ചെയ്യാനായിട്ടുള്ള ഒരു പാകതയിൽ എത്തിയിരിക്കും. അതല്ല, നിങ്ങൾ നാളെ തൊട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യാതൊരു പ്രിപ്പറേഷൻസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ എഴുന്നേക്കില്ല. നിങ്ങൾ രാവിലെ മടി പിടിച്ചാണ് തന്നെ കിടക്കും. അപ്പം നിങ്ങൾ എക്സ്ക്യൂസസുകൾ പരമാവധി ഒഴിവാക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കൊച്ചു കൊച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ഡയബറ്റിക് പോലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ അകറ്റാൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് നമ്മുടെ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പേശികളൊക്കെ അതിന് നടക്കാൻ പോയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് ആണ്. അപ്പം ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെറിയ ഇതിനൊക്കെയുള്ള 2-3 വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതേ കണക്ക് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇതിനൊന്നും വലിയ പൈസ ചെലവൊന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ബാക്ക് മസിലിനും നമ്മുടെ കൈകൾക്കും ഒക്കെ നല്ല ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയുള്ള ബാറും 2 പ്ലേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് കോൺക്രീറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വെയിറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ ഡെഡ് ലിഫ്റ്റ് കണക്കൊക്കെയുള്ള സ്ട്രെങ്ത് വർക്കൗട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ തന്നെ നിങ്ങളുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. മസിൽസിനെ പരമാവധി ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ശരീരത്തിൻ്റെ പേശികളെ പരമാവധി ആക്ടിവേഷൻ ചെയ്യിപ്പിച്ചാൽ തന്നെ വളരെ പ്രയോജനകരമായിരിക്കും. അപ്പം പല ആൾക്കാരും രാവിലെ നടക്കാൻ പോകാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യത്തില്ല. അപ്പം വെയിറ്റ് ട്രെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകണമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന് അധികം പൈസ ചിലവൊന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ഒരുപാട് വെയിറ്റുകളും ഈ റോഡുകളും ഒക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ മതി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നതിനായിട്ട്. അപ്പം എക്സ്ക്യൂസസുകൾ പരമാവധി ഒഴിവാക്കുക. വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങ് റെഡി ആയേക്കുക. ഒരിക്കലും നാളെ മറ്റന്നാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കാതിരിക്കുക. നമുക്ക് നാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. നാളെ രാവിലെ ഞാൻ ജിമ്മിൽ പോകും എന്ന് തീരുമാനിച്ച് ജിമ്മിൽ പോയിരിക്കുക. പിന്നെ കുറച്ച് പേര് കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ്, ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് എനിക്ക് കൂടെ ഒരാൾ വേണം, ഒരു പാർട്ട്ണർ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വ്യായാമം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ജിമ്മിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പാർട്ട്ണർ അവിടെ തന്നെ കിട്ടും. നമ്മളിപ്പം അല്ലാതൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാർട്ട്ണറുടെ ഒന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ വ്യായാമം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറെ രാവിലെ ഫോൺ ചെയ്യും. അപ്പോൾ അവൻ പറയും, അയ്യോ എനിക്ക് ഇന്ന് വയ്യടാ, എനിക്ക് സുഖമില്ല, നീ ചെയ്യാൻ പറയും. ഓട്ടോമാറ്റിക്കലി നമ്മളും ചെയ്യില്ലെന്ന്. ഓക്കെ, അങ്ങനെ അവൻ 100 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നമ്മളും അതിനനുസരിച്ച് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, നമുക്കും മടി പിടിക്കും. അതുകൊണ്ട് പരമാവധി ഒറ്റയ്ക്ക് ചെയ്യുക. കാരണം ആരോഗ്യം നമ്മളുടെയാണ്. അപ്പം നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്. അത് നമ്മുടെ അയൽക്കാരൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെയോ ഒന്നും കടമയല്ല. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്തെന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെയും സഹായത്തിന് വിളിക്കേണ്ടി വരില്ല. ഓക്കെ, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഫ്രണ്ട്സ്, ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്.